പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം 2 വർഷത്തിലേറെയായി ഉറങ്ങിക്കിടന്ന സ്ലീപ്പർ സെല്ല് പോപ്പുലർ ഫ്രണ്ടുകാർ ഉണർന്നിരിക്കുന്നു. വിവിധ ജില്ലകളിൽ ഇവരുടെ പ്രവർത്തനം ഇപ്പോൾ സജീവമായതായി ഇന്റലിജൻസ് പറയുന്നു. പേരില്ല, നേതാക്കൾ ആരാണെന്നും അറിയില്ല. ഒരു അച്ചുതണ്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധ സംഘടനകളായിട്ടാണ് പ്രവർത്തനം തുടരുന്നത്. നിരോധനവും അറസ്റ്റും ഒഴിവാക്കാനുള്ള കുതന്ത്രമാകാം ഇതിന് പിന്നിൽ എന്ന് പോലീസ് സംശയിക്കുന്നു. അടുത്തിടെ കോഴിക്കോട്ട് രൂപീകരിച്ച നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് അഥവാ NCHRD എന്ന സംഘടന ഇതിന്റെ മാതൃസ്ഥാപനമാണോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടുമില്ല. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ജില്ലകൾ കേന്ദ്രീകരിച്ച തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി പോലീസും ഇന്റലിജൻസും സംശയിച്ചിരുന്നു. അന്വേഷണത്തിൽ പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജില്ലാ തലത്തിൽ ഇപ്പോഴും സജീവമാണ് എന്നും വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ പേരും SDPI പ്രവർത്തകരാണ്. എന്നാൽ ഇവർ പാർക്കുകൾ, ബീച്ചുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഒത്തുകൂടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹ്യ സേവനം, മനുഷ്യാവകാശം, പരിസ്ഥിതി എന്നീ മേഖലകളോടാണ് പ്രേമം കൂടുതൽ. മുദ്രാവാക്യം വിളിയോ പ്രകടനമോ ഇല്ല. പൗരത്വ ഭേദഗതി വിഷയത്തിലോ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലോ ഇവർ പ്രത്യക്ഷമായി പ്രതികരിക്കാറില്ല. സമൂഹത്തിന് മുന്നിൽ നല്ല പിള്ള ചമഞ്ഞു നടക്കുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവരിൽ പലരും CPM-ൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ അടുത്ത കാലത്ത് CPI-യോടും മമത പുലർത്തുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ. ചിലരുടെ ഫോൺ നമ്പറുകൾ കണ്ടെത്തി പരിശോധിച്ചപ്പോൾ സംശയിക്കത്തക്ക ഒരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഫോൺ വഴിയുള്ള ആശയവിനിമയം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടാകാം. സന്ദേശവാഹകരിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ ആകാം ബന്ധപ്പെടൽ എന്നും പോലീസ് സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സംഘടനകളുടെ നേതാക്കൾ സമൂഹത്തിൽ സജീവമായിരിക്കാം. പരിസ്ഥിതി, മനുഷ്യാവകാശ മേഖലയിലും ഇടത് പ്രസ്ഥാനങ്ങളിലും ഇവർ കടന്നുകൂടാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല. സമൂഹത്തിനു മുന്നിൽ ഇവർ ധരിക്കുന്ന മേലങ്കി മാത്രമാകാം ഇത്. പ്രത്യക്ഷത്തിൽ നേതാക്കളെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു സംരംഭത്തിന്റെ ആൾക്കാരാണോ ഇവർ എന്നും തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നേതാക്കൾ ഇതുവരെ ഡിക്ലെയർഡ് അല്ല. പേരില്ലാത്തത് കൊണ്ട് നിരോധനവും കഴിയില്ല. എന്നാൽ കൊലപാതകമടക്കമുള്ള ക്രൂരതകൾ ചെയ്യാൻ ഇവർ പോപ്പുലർ ഫ്രണ്ടിന്റെ മാർഗം തന്നെ സ്വീകരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കൊലപാതകത്തിന് വിദൂര ജില്ലകളിൽ നിന്നും ആളുകളെ എത്തിക്കുന്ന തന്ത്രമാണിത്. ഏതായാലും NCHRD നോട്ടീസിൽ ഇടം പിടിച്ചവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഭീകരരെയും തീവ്രവാദികളെയും ഒക്കെ 2008 ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസിന്റെ ആ ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് അബ്ദുൽ നാസർ മദനി എന്ന് കർണാടക പോലീസിന്റെ FIR-ലുള്ളതാണ്. IPL മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിന് പുറത്ത് ബോംബ് പ്ലാൻ ചെയ്തത് തടിയന്റെ നസീറാണ് എന്നതും കർണാടകയിൽ നിന്ന് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകളാണ്. ബാംഗ്ലൂരിൽ ബോംബ് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുമ്പും ശേഷവും തടിയന്റെ നസീർ അബ്ദുൽ നാസർ മദനിയെ വിളിച്ചിരുന്നു. ഭാര്യ സൂഫിയയുടെ ഫോണിലൂടെയാണ് നസീറുമായി മദനി സംസാരിച്ചത്. ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഡിജിറ്റൽ തെളിവുകളാണിതെല്ലാം. പ്രോസിക്യൂഷൻ കോടതിയിൽ ഇതൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. ബോംബ് സ്ഫോടനത്തിന് ശേഷം മുങ്ങിയ തടിയന്റെ നസീർ മദനിയുടെ അൻവാർശേരിയിലെ ഓഫീസിൽ ഒളിവിൽ താമസിച്ചതായും പോലീസാണ് കണ്ടെത്തുന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ കൂലങ്കഷമായി പരിശോധിച്ചതിന് ശേഷമാണ് മദനിയെ ജയിലിൽ അടയ്ക്കുന്നത്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ തീവ്രവാദികളില്ല, തീവ്രവാദമില്ല, തീവ്രവാദ സംഘടനകളില്ല, സംഘാടകരില്ല. ഇതാണ് പൊതുവെയുള്ള പറച്ചിൽ. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ മടങ്ങിയെത്തിയ മദനി സമാധാനത്തിന്റെ മാടപ്രാവിന്റെ വേഷം എടുത്തങ്ങോട്ട് കിട്ടി കുറച്ചു നാള്. പ്രവാചകനെ നിന്ദിച്ചു എന്നാരോപിച്ച് ഇസ്ലാമിസ്റ്റുകൾ ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്തപ്പോൾ നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്ന എംബോക്കി പ്രൊഫസറുടെ തലയാണ് എടുക്കേണ്ടത്. ആ തലയെടുത്ത് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടണം. ഇതൊക്കെയാണ് സ്നേഹപൂർവ്വം യുവാക്കളോട് ആഹ്വാനം ചെയ്തത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഈ അബ്ദുൽ നാസർ മദനി സാഹിബ് തന്നെയായിരുന്നു ആ പ്രഭാഷണം നടത്തിയത്.
ലഷ്കർ-ഇ തൊയ്ബയുടെ സൗത്ത് ഇന്ത്യൻ കമാൻഡറായ തടിയന്റെ നസീർ മദനിയുടെ വിഷം തീണ്ടിയ മസ്തിഷ്കത്തിന്റെ സൃഷ്ടിയല്ല എന്ന് നിങ്ങളൊന്ന് പറയൂ. സാങ്കേതികമായി കോയമ്പത്തൂരിൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നു. ആ സമയത്ത് അതുവരെയുള്ള തീവ്രവാദങ്ങളൊക്കെ നമ്മുടെ തലയിൽ കെട്ടിവെച്ചതാണ് എന്ന് പറയത്തക്ക രൂപത്തിൽ ഒരു അഭിനയ ചക്രവർത്തിയായിട്ട് അങ്ങോട്ട് മാറി. ബാംഗ്ലൂരിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത മദനി ഇവിടത്തെ മതതീവ്രവാദികൾക്കും അവരെ പ്രീണിപ്പിച്ച് വോട്ട് വാരാൻ നടക്കുന്ന മതേതര വേഷക്കാർക്കും ഓമനക്കുട്ടനായേക്കാം. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് മത ഇതരത്വം കാത്തു സൂക്ഷിക്കുകയും മാനവ സൗഹാർദ്ദം കളിയാടുകയും ചെയ്യുന്ന ഒരു മണ്ണായിരുന്നു. ആ യുവാക്കളുടെ മനസ്സിലേക്ക് തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിക്കൊടുത്തത് അബ്ദുൽ നാസർ മദനിയാണ്. ബാംഗ്ലൂരിൽ ജാമ്യത്തിൽ കഴിഞ്ഞ മദനി ബെയിൽ കണ്ടീഷൻസിൽ കൂടുതൽ ഇളവ് നേടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഡേഞ്ചറസ് മാൻ എന്നാണ് ഈ മഹാത്മാവിനെ കുറിച്ച് പറഞ്ഞത് എന്ന് കേരളത്തിലെ മദനി ഫാൻസിന് അറിയാമോ? BJP കർണാടക ഭരിക്കുന്ന കാലത്താണ് മദനി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. യെദ്യൂരപ്പയ്ക്ക് ശേഷം അധികാരം ഏറ്റെടുത്ത കടുത്ത സംഘപരിവാർ വിമർശകനായ സിദ്ധരാമയ്യയും മദനിക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. അയാൾ തന്നെയാണ് ഇപ്പൊ തുറന്നു വിട്ടത്. പ്രോസിക്യൂഷന്റെ കൈവശമുള്ള സ്വയം സംസാരിക്കുന്ന തെളിവുകളെ അവഗണിക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനും സാധിച്ചില്ല. അതുകൊണ്ടാണ് മണിക്കൂറിന് കോടികൾ ഫീസ് വാങ്ങുന്ന വക്കീലന്മാരെ ഇറക്കി തീപ്പൊരി വാദങ്ങൾ നടത്തിയിട്ടും മദനി ഇന്നും ബാംഗ്ലൂരിൽ തന്നെ തടങ്കലിൽ കഴിയാൻ കാരണം. ബിൻ ലാദൻ, അബൂബക്കർ ബാഗ്ദാദി ഇവരെക്കാളൊക്കെ എത്രയോ മുന്നേ ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടി കളത്തിലിറങ്ങി സംഘടനാപരമായി യുവാക്കളെ സംഘടിപ്പിച്ച തീവ്ര ഇസ്ലാമിക ചിന്താഗതി യുവാക്കളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്തു കൊടുത്ത കൊടും ഭീകരവാദിയാണ്, തീവ്രവാദിയാണ് അബ്ദുൽ നാസർ മദനി. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്ന് വർഗീയതയും ഭിന്നതയും ഹെയ്റ്റ് സ്പീച്ചുകളും നടത്തി, മത വർഗീയതയും വിഭാഗീയതയും അന്യമത വിദ്വേഷവും നടത്തി. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് പൂണ്ട് വിളയാടാനുള്ള ഗ്രൗണ്ട് ഒരുക്കി നൽകിയത് ടിയാനാണ്. സുരക്ഷാ സേനയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും അതീവ ജാഗ്രതയോടുകൂടി കാവലിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിന്നും ബസ്സിലും ട്രെയിനിലും ജീവനിൽ ഭയമില്ലാതെ പൊട്ടിത്തെറിക്കുമെന്ന് ഭയക്കാതെ ഒരു ഇരുമ്പ് ചെട്ടിക്കാരനകത്തുണ്ടാകില്ല എന്ന നിർഭയത്തോടു കൂടി സഞ്ചരിക്കാൻ സാധിക്കുന്നത്. മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങാനും മീൻ വാങ്ങാനും ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുന്നത് ശക്തമായിട്ടുള്ള പോലീസിംഗ് സംവിധാനം നിലവിലുള്ളത് കൊണ്ടാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹിന്ദുവും മുസ്ലിമും സിഖും ക്രിസ്ത്യാനിയും മതരഹിതനും എല്ലാവരും ഉണ്ടായിരുന്നു. ടെററിസ്റ്റുകൾക്ക് മതമുണ്ടാകും, പക്ഷെ ഇരകൾക്ക് ജാതിയും മതവും ഇല്ലല്ലോ. തെരുവുകളിൽ ചിതറിത്തെറിക്കുന്ന മനുഷ്യരുടെ വേദനയേക്കാൾ നമ്മളെ ആകുലപ്പെടുത്തുന്നത് കൊലയാളികളുടെ മുട്ടുവേദനയും പ്രമേഹവുമാണോ? ഭീകരതയോട് എത്രമാത്രം ഈ കൊച്ചു കേരളം ഐക്യപ്പെടുന്നു എന്നതിന്റെ തെളിവാണത്. അബ്ദുൽ നാസർ മദനിയുടെ വേദനയിൽ പങ്കുചേരുകയും അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ ചെന്നു കാണുകയും ചെയ്ത മന്ത്രിമാരും MP-മാരും MLA-മാരും രാഷ്ട്രീയ പ്രതിനിധികളും മതസംഘടനാ നേതാക്കളും ഈ കേരളത്തോട് പറയുന്ന ചില ആശയങ്ങളുണ്ടല്ലോ, വളരെ വലുതാണ്. ഇന്നൽ ആക്കിലേക്ക് ഫീൽ ഇഷാറ, ബുദ്ധിമാന് സൂചന മതി എന്നാണ്. നന്ദി.